ഷാഖാൽ, നിങ്ങൾ ഇത്രയ്ക്കെന്താ തലപകഞ്ഞ് ആലോചിക്കുന്നത്? നമ്മുടെ എതിരാളിയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്ലസ് പോയിന്റ് അല്ല, അവരുടെ മൈനസ് പോയിന്റ് എന്താണെന്ന് വേണം നമ്മൾ നോക്കിയിരിക്കാൻ. ഇപ്പോൾ ജയ്സിംഗിന്റേതായ ചെറിയ വലിയ കാര്യങ്ങൾക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അയാളുടെ വലിയ ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് കിട്ടിയിരിക്കുകയാണ്. അത് വെച്ച് അയാളെ നമുക്ക് പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത് ഷാഖാൽ? പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ആ സംഗതിയെ കുറിച്ച് എന്നോട് പറയൂ. എല്ലാം നിനക്ക് മനസ്സിലാകും. ഇപ്പോൾ ആ സാധനം സൺസിറ്റിയിൽ എത്തിച്ചേരുമ്പോൾ നീ മനസ്സിലാക്കും. മിന്നൽ വേഗത്തിൽ അറ്റാക്ക് ഉണ്ടാകും, എല്ലാം കത്തി ചാമ്പലാകും, എല്ലാം വേരോടെ നശിച്ചു പോകും. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷാഖാൽ. ജയ്സിംഗ് ചൗഹാൻ, ഇന്നു മുതൽ നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുകയാണ്. നിനക്ക് മനസ്സിലായല്ലോ രുദ്ര? സിറ്റിയിൽ എന്താ ഇത്ര വലിയ പ്രശ്നമൊന്നും അറിയില്ലല്ലോ. രുദ്ര, നിനക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല മുത്തശ്ശ. പെട്ടെന്ന് ഇത്രയും മിന്നൽ എവിടെ നിന്നാണ് വരുന്നത്? ക്ലൈമറ്റ് വളരെ ക്ലിയർ ആണല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മിന്നൽ വന്നത്? ഇതാരുടെയോ മാജിക് പവേഴ്സ് കൊണ്ടുണ്ടായതാണ്. രുദ്ര, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ നോക്കിയിട്ട് വരാം. ആരാടാ നീ? എന്റെ സൺസിറ്റിയുടെ മുകളിൽ എന്തിനാണ് മിന്നൽ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത്? എനിക്കറിയാം ഇത് നേച്ചറിന്റേതല്ല, ഏതോ ഒരു ബാഡ് ക്രീച്ചറിന്റെ പണിയാണിത്. എന്റെ മുന്നിലേക്ക് വരൂ. ആരാണ് നീ? ജയ്സിംഗ്, ഞാനാണ് ഇലക്ട്രോ ലേഡി. എനിക്കിഷ്ടമില്ലാത്തത് എന്തും ഞാൻ നശിപ്പിക്കും. എന്റെ മിന്നൽ ശക്തി കൊണ്ട് ഞാൻ എല്ലാം തന്നെ നശിപ്പിക്കും. ഇലക്ട്രോ ലേഡി, നീ ഇപ്പോൾ തന്നെ എന്റെ സൺസിറ്റി വിട്ട് പോയേക്ക്. ഞാൻ ക്ഷമിക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ നിന്റെ അറ്റാക്കിനൊക്കെ ഒറ്റ മിനിറ്റിൽ മറുപടി തന്നേനെ. ജയ്സിംഗ്, എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. നീ ഒരിക്കലും സ്ത്രീകളെ അറ്റാക്ക് ചെയ്യാറില്ല. നിന്റെ ആ മൈനസ് പോയിന്റ് ഞാൻ പ്ലസ് പോയിന്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നു. കണ്ടോ സോമ, ഇന്ന് എന്റെ കളി വേറൊരു രീതിയിലാണ്. ജയ്സിംഗ് ചൗഹാൻ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അവൻ ഇനി എന്ത് ചെയ്താലും ആ സൺസിറ്റിയെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല സോക. അതാണ് പറയുന്നത്, എതിരാളികളുടെ മൈനസ് പോയിന്റ് കണ്ടെത്തി കളിക്കണം. ഒരൽപ്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ആ ജയ്സിംഗ് ചൗഹാന്റെ മൈനസ് പോയിന്റ് എന്താണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ജയ്സിംഗ് ചൗഹാൻ, എനിക്ക് നിന്റെ അടവുകളൊക്കെ നന്നായിട്ട് അറിയാം. നിനക്ക് ഒരിക്കലും എന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാണല്ലേ? അതത്ര എളുപ്പമല്ല.
ഇലക്ട്രോ ലേഡി, ഇനി നിനക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ആണോ? സോറി മുത്തശ്ശ, നിങ്ങൾ അപകടത്തിലിരിക്കുമ്പോൾ എനിക്കത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. Ibaiska Net Creator 2. എങ്ങോട്ടാ ഓടുന്നത്? എത്രയും പെട്ടെന്ന് നമ്മള് പാലസിന്റെ വാതിൽ തുറക്കൂ. മുത്തശ്ശന് നല്ല പരിക്കുണ്ട്. രുദ്ര, അവര് നമ്മളുടെ പുറകെ തന്നെയുണ്ടല്ലോ. Ibaiska Protecto. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ജയ്സിംഗ് ചൗഹാൻ. ഞാൻ എന്റെ മിന്നലിന്റെ ശക്തി കൊണ്ട് നിന്റെ ഈ കൊട്ടാരം തകർക്കും. അല്ല, നമ്മളിപ്പോ കുടുങ്ങിപ്പോയത് പോലെ ഉണ്ടല്ലോ. മുത്തശ്ശൻ എന്താ പറ്റിയേ? ഇതാ പിടിച്ചോളൂ, വെള്ളം കുടിക്കൂ. രുദ്ര, ആ ലേഡി അപകടം പിടിച്ചവളാണ്. ആരും ഈ പാലസ് വിട്ട് പുറത്തേക്ക് പോകരുത്. പക്ഷെ മുത്തശ്ശൻ, നമുക്ക് എത്ര സമയം പാലസിനകത്ത് തന്നെ ഇരിക്കാൻ കഴിയും? പുറത്തിറങ്ങിയല്ലേ പറ്റൂ, അല്ലെങ്കിൽ അവിടെ ദേഷ്യപ്പെട്ട് സൺസെറ്റ് മൊത്തം നശിപ്പിക്കും. ഇല്ല രുദ്ര, പുറത്തേക്ക് പോകാൻ ഇത് ശരിയായ സമയമല്ല. അവളുടെ മിന്നലിന് നോർമൽ മിന്നലിനെക്കാട്ടും പവർ അധികമാണ്. എന്റെ ഹെൽത്ത് കണ്ടീഷൻ ഒന്ന് ശരിയാകട്ടെ, അതിന് പറ്റിയൊരു പ്ലാനിങ് ഞാൻ ചെയ്യാം. ജയ്സിംഗ് ചൗഹാൻ, എത്ര സമയത്തേക്ക് നീ ഇങ്ങനെ പതുങ്ങിയിരിക്കും? ഞാൻ വീണ്ടും വരും, അത് നീ മറക്കണ്ട. ഞാൻ കത്തി കൊണ്ടോ വാളുകൊണ്ടോ അല്ല, ഞാൻ ആക്രമിക്കുന്നത് മിന്നലിന്റെ ശക്തി കൊണ്ടാണ്. ഒരു പക്ഷേ തൽക്കാലം അവൾ ഇവിടെ നിന്ന് പോയി കാണും. പക്ഷേ അവൾ അപകടം പിടിച്ചവളാണ്. അതുകൊണ്ട് ആരും തന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകരുത്. ഇതിപ്പോ ശരിക്കും കുടുങ്ങിയതുപോലെ ആയല്ലോ. ഞാൻ ഇവിടെ കൊട്ടാരത്തിനകത്തുള്ളപ്പോൾ ആ ഗാർഡനിൽ എന്നെ പോലെ ഒരുത്തൻ ആരാടവൻ? ചെന്ന് അതൊന്നും നമുക്ക് നോക്കണം. നീ ആരാന്ന് പറ. ഞാൻ രംഗീലയാ. നീ ആരാ? ഞാൻ ശങ്ക്രീലയാണ്. ശങ്ക്രീലയോ? ശങ്ക്രീല ആരാ? ഞാനാണ് നിന്റെ ട്വിൻ ബ്രദർ. നിനക്ക് ഓർമ്മയില്ലേ? നമ്മൾ രണ്ടാലും ഉത്സവത്തിൽ നിന്ന് പിരിഞ്ഞു പോയത് ഓർമ്മയില്ലേ? ഉത്സവത്തിൽ പിരിഞ്ഞു പോയെന്നോ? അതെപ്പോ? എങ്ങനെ? ആ കാര്യത്തെ കുറിച്ച് എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. മുത്തശ്ശനും പറഞ്ഞിട്ടില്ല, രുദ്രയും പറഞ്ഞിട്ടില്ലല്ലോ. സഹോദരാ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക, എന്റെ സഹോദരാ. ഞാൻ കത്തികൊണ്ടോ വാളുകൊണ്ടോ അല്ല ആക്രമിക്കുന്നത്. ഞാൻ ആക്രമിക്കുന്നത് മിന്നലിന്റെ ശക്തി കൊണ്ടാണ്. ഈ രംഗിലെന്തിനാ അവിടേക്ക് പോയത്? രുദ്ര, എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അകത്തുനിന്ന് തന്നെ എന്നെ കാണാൻ കഴിയുമെന്ന്. ഞാൻ എന്റെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ, കണ്ട് ആസ്വദിക്ക. എത്രയും പെട്ടെന്ന് പാലസിന്റെ വാതിൽ തുറക്ക. നീ തുറന്നില്ലെങ്കിൽ ഈ രംഗിലയുടെ കഥ അവസാനിക്കും. അത് നിനക്ക് കാണണോ? നമ്മളിപ്പോ എന്ത് ചെയ്യും? രംഗിനെ രക്ഷിക്കണമെങ്കിൽ വാതിൽ തുറന്നല്ലേ പറ്റൂ. ഞാൻ പോവാം. വേണ്ട വരുൺ, വാതിൽ തുറക്കരുത്. ഒരു പ്രാവശ്യം പാലസിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ പുറത്തേക്ക് പോവാണ്. എന്താണ് നീ പറയുന്നത് രുദ്ര? നിന്നെ ഞാൻ അതിന് ഒരിക്കലും അനുവദിക്കില്ല. മുത്തശ്ശ, ഇതല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ല. ഇലക്ട്രോ ലേഡി,
ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ രുദ്രയാണ് സംസാരിക്കുന്നത്. ഞാൻ പുറത്തു വരാൻ തയ്യാറാണ്. നീ രംഗിലെ വിട്ടേക്ക്. രംഗിലെ ഫൗണ്ടന്റെ അടുത്തേക്ക് ഇറങ്ങി വിടണം. സമ്മതമാണോ? സമ്മതം. ജയ്സിംഗ് അല്ലെങ്കിൽ അവന്റെ പേരക്കുട്ടിയായാലും മതി. ഇപ്പൊ നോക്കിക്കോ, രുദ്ര നിന്നെ കൊണ്ട് ഫുട്ബോൾ കളിക്കും. പറ, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഓ, നീയാണോ രുദ്ര? നിന്നെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. പാലസിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ. പാലസിന്റെ വാതിൽ ഒരിക്കലും തുറക്കില്ല. നീ എന്തൊക്കെ ചെയ്താലും ശരി. പാലസിന്റെ കഥക് തുറന്നില്ലെങ്കിൽ പിന്നെ നീയും രംഗിലിയും രക്ഷപ്പെടില്ല. ഹീറോ പിടിച്ചോ. ഇത് എങ്ങനെയാ സംഭവിച്ചത്? എന്റെ മിന്നലിന്റെ ശക്തി അങ്ങനെ തോൽക്കില്ലല്ലോ. ഓ ഓ ഓ ഓ ഓ ഓ ഇല്ല, എന്നെ നീ പറ്റിച്ചു. ഇത് രുദ്രയല്ല, രുദ്രയുടെ ഇമേജ് മാത്രമാണ്. ഞാൻ എല്ലാം നശിപ്പിക്കും. ആരെയും വെറുതെ വിടില്ല. ഓ ഓ ഓ ഓ ജയ്സിംഗ് രുദ്രയ്ക്കും മാന്ത്രിക ലോകത്തിന്റെ എല്ലാ അടവുകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിപ്പോൾ വിശ്വാസമുണ്ട്. ഇത്തവണ സൺസിറ്റിയെ രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ആദ്യം ചെന്ന് നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. വയറ്റിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ എന്റെ ബ്രെയിൻ ജോലി ചെയ്യുള്ളൂ. രംഗില, നിങ്ങൾ എന്തിനാ ചാടി പുറത്തേക്ക് പോയത്? തരൂ, ആ ട്രെയിൻ കയ്യിൽ തന്നേക്ക്. ഇതാ, ഈ ട്രെയിൻ നിങ്ങൾ തന്നെ പിടിച്ചോ. രംഗില, ഇനി നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണ്ട. റംഗീല, ഇവിടെ ആർക്കും ഒന്നും ആവശ്യമില്ല. നീ അകത്ത് ചെന്ന് ഒരല്പനേരം റെസ്റ്റ് എടുക്കൂ. ജയ്സിംഗിന്റെ ഓരോരുത്തർക്കും മിന്നൽ കൊണ്ട് ഷോക്കേറ്റിരിക്കുകയാണ്. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കുക. ഞാനാണ് ഷക്കാൽ. ഇനി എത്ര നേരം ജയ്സിംഗ് തന്റെ കൊട്ടാരത്തിൽ പതുങ്ങിയിരിക്കും? ആ സൺസിറ്റിയെ ആ ഇലക്ട്രോ ലേഡിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അവൻ പുറത്തേക്ക് വന്നല്ലേ പറ്റൂ. ഷാഖാൽ, ജയ്സിംഗ് ചൗഹാൻ ഒന്ന് ഞെട്ടിക്കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരല്പം കാത്തിരിക്കുക, നമുക്ക് ഒരുമിച്ച് പോവാം. ഒരു പ്രാവശ്യം ഇലക്ട്രോ ലേഡി തന്റെ ജോലി തീർക്കട്ടെ. മുത്തശ്ശ, അവളുടെ കളി നമ്മൾ അവസാനിപ്പിക്കണം. ഇനിയും നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഞാൻ ഉടൻ തന്നെ പുറത്തേക്ക് പോയി ഇലക്ട്രോ ലേഡിയെ തടഞ്ഞു നിർത്താം. രുദ്ര, ഈ കാര്യത്തിൽ ധൃതി കാണിക്കരുത്. നമ്മൾ ഫസ്റ്റ് റൂൾ ഒരിക്കലും മറക്കരുത്. ഫോക്കസ് ആൻഡ് ബിലീവ്. നമുക്കൊന്നിച്ച് ഇലക്ട്രോ ലേഡിയെ ഡീൽ ചെയ്യാം. പക്ഷെ ടോട്ടൽ പ്ലാനിങ്ങോടെ ഇത് പ്ലാൻ ചെയ്യണം. കേൾക്ക്, ഇന്ന് ഞാൻ നിനക്ക് പുതിയൊരു മന്ത്രം പഠിപ്പിച്ചു തരാം. രുദ്ര, ഞങ്ങൾ നിന്റെ ഒപ്പം പുറത്തേക്ക് വരാം. രുദ്ര, ഒരു കാര്യം ഓർമ്മിക്കണം. നിനക്കുള്ള സമയം വെറും 5 സെക്കൻഡുകൾ മാത്രമാണ്. ഞാനും നിന്റെ കൂടെ വരാം. ആ ഇലക്ട്രോ ലേഡി എനിക്ക് ഒരുപാട് ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നതാ. എനിക്കൊരു ചാൻസ് കിട്ടിയാ ഞാൻ അവളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും. അവളെങ്ങാനും എന്നെ കൈ കിട്ടിയാ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഞാനിതാ എത്തിക്കഴിഞ്ഞു. നീ എവിടെയാ ഉള്ളത് ഇലക്ട്രോ ലേഡി? ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാ. ഓ ഓ ഞാൻ എത്തിക്കഴിഞ്ഞു. നീ വലിയ ധീരനാന്ന് എനിക്കറിയാം. പക്ഷെ നിനക്ക് എന്നോട് ഏറ്റുമുട്ടാൻ പറ്റുമോ? ഇലക്ട്രോ ലേഡി, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്. ഈ ഞാൻ കത്തി കൊണ്ടോ അതോ വാളുകൊണ്ടോ അല്ല, മിന്നൽ കൊണ്ടാണ് ആക്രമിക്കുന്നത്. മിന്നൽ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടു.
ഇനി രുദ്രയുടെ മാജിക് ഒന്നും അവിടെ വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. അത്ര തന്നെ. ഇനി ഒരു അല്പസമയത്തിനുള്ളിൽ ആ മൂത്തു നിറച്ച ജയ്സിംഗ് ചൗഹാന്റെ ആത്മവിശ്വാസം മുഴുവനും തകർന്നു പോകുന്നതായിരിക്കും. ജയ്സിംഗ് ചൗഹാൻ, ഞാൻ നിന്നെ കൊണ്ട് എന്റെ ഈ കാലുകൾ പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്ന രീതിയിൽ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. കണ്ടോ? കലക്കി കളഞ്ഞു ഇലക്ട്രോ ലേഡി, നീ ശരിക്കും കലക്കി. ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. ജന്തർ മന്തർ കാണിക്കലന്തർ ഛൗ. ഇപ്പൊ നിനക്ക് സമാധാനം ആയല്ലോ. ഞാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇപ്പൊ മന്ത്രം പറയാൻ പോകുന്നെന്ന് തോന്നുന്നത്. ഫോക്കസ്, ബിലീവ്. Ibaiska, zibaiska, boom! Chick, chick, boom! രുദ്ര, 5 4 3 2 1. രുദ്ര, 5 സെക്കൻഡ് കഴിഞ്ഞു. കത്തിക്കൊണ്ടോ വാലുകൊണ്ടോ അല്ല, ഞാൻ ആക്രമിക്കുന്നത് മിന്നൽ കൊണ്ടാണ്. മിന്നൽ കൊണ്ട്. കത്തിക്കൊണ്ടോ വാലുകൊണ്ടോ അല്ല, ഞാൻ ആക്രമിക്കുന്നത് മിന്നൽ കൊണ്ടാണ്. മിന്നൽ കൊണ്ട്. കത്തിക്കൊണ്ടോ വാലുകൊണ്ടോ അല്ല, ഞാൻ ആക്രമിക്കുന്നത് മിന്നൽ കൊണ്ടാണ്. മിന്നൽ കൊണ്ട്. എന്റെ ശക്തികൾ എന്താ പ്രവർത്തിക്കാത്തത്? എനിക്ക് എന്താ പറ്റിയത്? എനിക്ക് പറക്കാനും കഴിയുന്നില്ലല്ലോ. നിന്റെ പവർ എപ്പോഴോ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അത് ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടില്ല. നിന്നിൽ ഉണ്ടായിരുന്ന എല്ലാ ശക്തികളും ഞാൻ ആവാഹിച്ചെടുത്തിരിക്കുകയാണ്. നീ ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണ്. എന്റെ ശക്തികളൊക്കെ മായമായി പോയെന്നാണോ പറയുന്നത്? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ഇല്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ഈ കൊച്ചു ചെക്കന്റെ മുന്നിൽ തോറ്റു പിന്മാവുകയാണ്. അവസാന നിമിഷം എല്ലാം എന്നിൽ നിന്നും കൈവിട്ടു പോവുകയാണ്. മാഡം, ജ്യൂസ് കഴിച്ചോളൂ. തലയ്ക്കൊരു തണുപ്പ് കിട്ടുവേ. വെള്ളം, വെള്ളം. നീ ജ്യൂസിൽ എന്താണ് കലർത്തിയത്? സ്പെഷ്യൽ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. നിന്റെ മിന്നലിന്റെ പവറൊക്കെ ഇപ്പൊ നിന്നെ വിട്ട് പോയി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ചില്ലി ജ്യൂസ് റെഡിയാക്കി. എനിക്ക് നീ ഒരുപാട് ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ തന്നതല്ലേ, ഇപ്പൊ നീ അനുഭവിക്കേ. Sabash Rudra, Sabash. I am proud of you.